ഹായ് ദേർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അസിൻക്രണസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എന്താണ് സിൻക്രണസ്, എന്താണ് അസിൻക്രണസ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് അസിൻക്രണസ്, എങ്ങനെയാണ് അത് നമ്മൾ Node.js ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നാണ്. സോ അതിനു മുമ്പ് ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. അസിൻക്രണസ് പ്രോഗ്രാമിംഗ് നമ്മുടെ Node.jsൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പഴയ ജാവാസ്ക്രിപ്റ്റ് വേർഷനിൽ നമുക്ക് അസിൻക്രണസ് പ്രോഗ്രാമിംഗ് Node.js ഇല്ലാതെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ പുതിയ ജാവാസ്ക്രിപ്റ്റ് വേർഷൻസ് റിലീസ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ അസിൻക്രണസ് പ്രോഗ്രാമിംഗ് ജാവാസ്ക്രിപ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അസിൻക്രണസ് പ്രോഗ്രാമിംഗ് നമ്മൾ Node.jsലാണെങ്കിലും ജാവാസ്ക്രിപ്റ്റിലാണെങ്കിലും എങ്ങനെ ആണ് അസിൻക്രണസ് പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് 3 ടെക്നിക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലൊന്നാണ് കാൾ ബാക്ക്, രണ്ടാമത്തേത് പ്രോമിസസ്, മൂന്നാമത്തേത് അസിൻക്രണസ് അവൈറ്റ് എന്ന് പറഞ്ഞ 3 ടെക്നിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ എന്തിനാണ് ഈ അസിൻക്രണസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. സോ ഒരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങളൊരു ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവിടെ ഒരുപാട് തടസ്സങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാനായിട്ട് നോക്കുന്നു, നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ഷൻ ഭയങ്കര ലോ ആണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ല. സോ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്തുണ്ടാവും, ഒരു സിസ്റ്റം ഇവിടുന്ന് വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. അത് റെസ്പോൺസ് അസിൻക്രണസ് പ്രോഗ്രാമിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റെസ്പോൺസിന് വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്തിട്ടില്ല, ഉടൻ തന്നെ നിങ്ങൾക്ക് എന്ത് കാണിക്കും, എറർ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം ഇങ്ങനത്തെ അസിൻക്രണസ് നിങ്ങൾ കാൾ ബാക്ക് ഉപയോഗിച്ചിട്ടോ പ്രോമിസസോ അസിൻക്രണസ് അവൈറ്റോ ഇങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു ടൈം ഔട്ടും കൂടെ അത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു 3 സെക്കൻഡോ ഇല്ലെങ്കിൽ 3 മിനിറ്റ് വരെ ടൈം ഔട്ട് സെറ്റ് ചെയ്ത് ഈ 3 മിനിറ്റ് കഴിയുന്നോടം വരെ നിരന്തരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പകുതിക്ക് വെച്ച് നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ഷൻ കട്ടായി പോയിട്ട് വീണ്ടും നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് റെസ്യൂം ചെയ്യും. എറർ എന്ന് കാണിക്കുന്നതിന് പകരം ഓട്ടോമാറ്റിക്കായിട്ട് അത് റെസ്യൂം അത് നിങ്ങൾ എവിടെയാണോ കണ്ടു നിർത്തിയത് അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലേ ആവാനായിട്ട് തുടങ്ങും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അസിൻക്രണസ് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് നെറ്റ്വർക്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും ഡിലേ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഒരുപാട് കൂടുതലാണ്. സോ ഇങ്ങനെ ഡിലേ ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു ഇഷ്യൂ ഇല്ലാതെ തന്നെ നമുക്ക് ആ ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നെങ്കിൽ കാൾ ബാക്ക്, ഇല്ലെങ്കിൽ പ്രോമിസസ്, ഇല്ലെങ്കിൽ അസിൻക്രണസ് അവൈറ്റ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, സിൻക്രണസ് അവൈറ്റൊക്കെയാണ് മെയിനായിട്ട് ഇങ്ങനെ നെറ്റ്വർക്ക് ഡാറ്റയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ടൈം ഔട്ട് സെറ്റ് ചെയ്ത് വെക്കും. നമ്മൾ ആദ്യം ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ എഴുതി വെക്കും, എന്നിട്ട് അവൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, എത്ര ടൈമാണ് വെയിറ്റ് ചെയ്യേണ്ടത്, ഇത്ര ഒരു 3 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്തിരിക്കുക, 3 സെക്കൻഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും അത് ആ 3 സെക്കൻഡ് ടൈമിനുള്ളിൽ എപ്പോഴെങ്കിലും ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കണ്ടൻറ് എടുത്ത് യൂസറിന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുക. അതിനാണ് അവൈറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ 3000 എന്നൊക്കെ ഒരു മില്ലി സെക്കൻഡിൽ ഒരു ടൈമിംഗ് കൊടുത്ത് വെക്കും. അപ്പോൾ ഒരു 3 സെക്കൻഡ്, ഇനി 30,000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, സോ 3000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് കൂട്ടിയും. ഒരുപാട് ടൈം ഡിലേ കൊടുത്തിട്ടും കാര്യമില്ല, കാരണം അത് യൂസറിൻ്റെ കാര്യങ്ങൾക്ക് ഡിലേ ഉണ്ടാക്കുന്നല്ലാതെ പെട്ടെന്ന് തന്നെ ഇതൊരു 3 സെക്കൻഡിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസറിന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് എററെന്നോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് പ്രോമിസസ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് തരുമെന്നൊരു പ്രോമിസ് കൊടുക്കുന്നു, ആ ഡാറ്റ എപ്പോഴെങ്കിലും അതിന് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. അതായത് നെറ്റ്വർക്കിലേക്ക് കണക്ഷൻ വന്നിട്ടുണ്ട്, അപ്പം ഞങ്ങൾക്ക് ഈ റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവർ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെസ്സേജ് നമ്മുടെ ക്ലയൻറ്റ് സൈഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെയാണ് കാൾ ബാക്സും ഉപയോഗിക്കുന്നത്. കാൾ ബാക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ചെറിയ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഇത് പ്രോമിസസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ കാൾ ബാക്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് കോൺസ്റ്റൻറ്റ് FS എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റിക്വയർ FS എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റ് FS എന്ന് എഴുതി കഴിഞ്ഞാൽ കോൺസ്റ്റ് ഉപയോഗിക്കാം, നമുക്ക് വേരിയബിൾ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ലെറ്റ് കീബോർഡ് ഉപയോഗിക്കാം, എന്തിനും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ റിക്വയറിൻ്റെ അകത്ത് ഒരു FS എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ FS എന്ന് പറയുന്നത്?
FS എന്ന് പറയുന്നത് ഫയൽ സിസ്റ്റമാണ്. നോഡ് ജേസിൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു ലൈബ്രറീസാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, നമ്മളിപ്പോൾ ഒരു ഫയലൊക്കെ റീഡ് ചെയ്യാനായിട്ട് പോകുവാണെങ്കിൽ നോഡ് ജേസിൽ നമ്മൾ ആൾറെഡി ഇൻബിൾട്ട് ലൈബ്രറീസ് ഉള്ളതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ആക്ച്വലി 3 ലൈനേ ആവശ്യമുള്ളൂ. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും FS റീഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. അതെന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ എറർ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു ലൈനാണ്. ഈ എറർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ എറർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള എന്താണ്, ആ എന്തെങ്കിലും ഇൻ കേസ് എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ എറർ ആദ്യം ഡിസ്പ്ലേ ചെയ്യുന്നു. എറർ ഒന്നും ഇല്ലെങ്കിൽ അതേ ടൈം തന്നെ console.log ഫയലിൻ്റെ അകത്ത് എന്താണോ കണ്ടൻറ്റ് ഉള്ളത് ആ ഒരു കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ const fs എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞത് ഫയൽ സിസ്റ്റം ലൈബ്രറിയാണ്. ഈ ലൈബ്രറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ഫയൽ വേണമെങ്കിലും റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ file.txt എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ file.txt എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫയൽ തന്നെ വേണമെന്നല്ല, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഫയൽ വേണമെങ്കിലും റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഫയൽ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്തുള്ള അതിൻ്റെ UTF ഇവിടെ ക്യാരക്ടർ സെറ്റ് കൊടുത്തിട്ടുണ്ട്, UTF-8 എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഈ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഞാനിവിടെ ഒരു നോട്ട് പാഡ് എടുക്കുവാണ്, നോട്ട് പാഡ് ആപ്ലിക്കേഷൻ എടുക്കുവാണ്. ഓക്കെ, സോ ഈ ഒരു നോട്ട് പാഡിൽ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യാനായിട്ട് പോകുവാണ്. ഓക്കെ, സോ ഇങ്ങനെ സേവ് ചെയ്യാനായിട്ട് പോകുമ്പോൾ എനിക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും UTF-8 എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ സിസ്റ്റം. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ സെറ്റാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. UTF-8 ആണ് ഡിഫാൾട്ടായിട്ടും ഒട്ടുമിക്ക എല്ലാ സിസ്റ്റത്തിലും സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ക്യാരക്ടർ സെറ്റ് ഉണ്ട്. നമുക്ക് ആസ്കി ക്യാരക്ടർ സെറ്റ് ആണെങ്കിൽ ആദ്യം കാണുന്ന പോലെ ആസ്കി ക്യാരക്ടർ സെറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളവിടെ ആസ്കി എന്ന് പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാരക്ടർ സെറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ക്യാരക്ടർ സെറ്റിൻ്റെ നെയിം അവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ UTF-8 തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ERR എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. ERR എന്ന് കൊടുക്കുന്ന എറേഴ്സിൻ്റെ ഒരു വേരിയബിൾ പോലെ കൊടുത്തേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ റീഡ് ഫയൽ എന്ന് പറഞ്ഞത് അത് ഈ FSൻ്റെ അകത്തുള്ള ഒരു ഫയൽ ആണ്. അതായത് ഒരു ഡാറ്റാബേസ് FSൻ്റെ അകത്തുള്ള ഒരു മൊഡ്യൂളാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് ഈ റീഡ് ഫയൽ എന്ന് പറയുന്നത്. റീഡ് ഫയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ഒരു ഫയലിനെ റീഡ് ചെയ്യുന്നു. ആ ടെക്സ്റ്റ് ഫയലാണെങ്കിൽ ആ ടെക്സ്റ്റ് ഫയൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫയലാണെങ്കിൽ അതിനെ റീഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് console.log, അതായത് എറേഴ്സ് ഒന്നും തന്നെ നടന്നിട്ടില്ല. ഞാൻ ഇവിടെ മുതൽ കൊടുത്തിരിക്കുന്ന എറേഴ്സാണ് ഈ അതുണ്ട്. ഈഫ് മുതൽ എറർ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ എറർ കാണിക്കുക, എന്നിട്ട് റിട്ടേൺ ചെയ്യുക. റിട്ടേൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്, ഈ ഒരു ഫംഗ്ഷനിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ console.log ഫയൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് എന്താണോ ആ ഒരു കണ്ടൻറ്റ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു file.txt ഫയലും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. ഹൈ ഹൗ ആർ യു എന്നാണ് ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്. ഓക്കെ, ഇനി ഞാൻ ഈ കണ്ടൻറ്റ് മാറ്റി വെൽക്കം ടു നോഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, വെൽക്കം ടു നോഡ് JS എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് സേവ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഈ app.js ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇവിടെ app.js നിങ്ങൾക്ക് ഇവിടെ റൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ കോഡ് റണ്ണർ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, താഴോട്ട് നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. ഫയൽ കണ്ടൻറ്റ് വെൽക്കം ടു നോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫയൽ കണ്ടൻറ്റ് എന്ന് കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്നതാണ്. പിന്നെ ഡാറ്റ എന്ന് പറഞ്ഞത് ഈ ടെക്സ്റ്റ് ഫയലിൻ്റെ അകത്ത് എന്താണോ ഡാറ്റ ഉള്ളത് ആ ഡാറ്റയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് 2 മെത്തേഡിൽ ഉപയോഗിച്ച് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ ഫയൽ കണ്ടൻറ്റ് ഈ കോഡ് റണ്ണർ ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് റൺ എന്ന് കൊടുത്താൽ മതി. അത് ആൾറെഡി നോഡ് JS ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ റൺ ആവും. ഓക്കെ, ബട്ട് നിങ്ങൾ ഈ നോഡ് JS-ഉമായിട്ട് കണക്ഷൻ ഇല്ലാതെ ഈ ഒരു ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ FS നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള എറർ നിങ്ങൾക്ക് വരും. കാരണം FS എന്ന് പറഞ്ഞ കാര്യം നോഡ് JS-ലാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നോഡ് JS-ൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്കിത് റൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി അതേപോലെ നിങ്ങൾക്ക് ടെർമിനലിലേക്ക് പോയി കഴിഞ്ഞാൽ റൺ ചെയ്യാനായിട്ട് സാധിക്കും. നോഡ് എന്നിട്ട് ഈ ഒരു app.js എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നോഡ് app.js എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇവിടെ വന്നായിരിക്കും. ഓക്കെ, ചെറുതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോഡ് JS ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ റിസൾട്ടൊക്കെ വരത്തുള്ളൂ. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഫയൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ഡാറ്റ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ ഫയൽ കണ്ടൻറ്റ് അകത്തുള്ള എന്ത് ഡാറ്റയാണോ ആ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് എന്താണ്, കാൾ ബാക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ്
നമ്മൾ അസിൻക്രണസ് പ്രോഗ്രാമിംഗ് സെറ്റ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ഇവിടെ റിട്ടേൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് എറേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ആയി പോകും. എറേഴ്സ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു കൺസോൾ ഡോട്ട് ലോഗ് ഡയറക്റ്റ് ആയിട്ട് പ്രിൻ്റ് ആവും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രോമിസസിനെ കുറിച്ച് പഠിക്കും. അതോടൊപ്പം തന്നെ അസിൻക്രണസ് വെയിറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ്.